1988 ഒരു വേനൽക്കാലത്തെ പകൽ സമയം. പഞ്ചാബിൽ ഖാലിസ്ഥാനി തീവ്രവാദം കത്തി നിൽക്കുന്ന സമയമാണത്. പഞ്ചാബ് അമൃത്സറിലെ സിഖ് ആരാധനാലയമായ സുപ്രസിദ്ധ സുവർണ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള തെരുവിൽ ആ ജീപ്പ് പോയി ഇരമ്പി നിന്നു. ജീപ്പിൽ നിന്നിറങ്ങിയ മനുഷ്യൻ ഡ്രൈവറോട് ഒരക്ഷരം പറയാതെ ധൃതിയിൽ തെരുവിലേക്ക് നടന്ന പ്രത്യക്ഷനായി. സിഖ് ആരാധനാലയമായ ഹർമീന്ദർ സാഹിബിന്റെ പടവുകൾ കയറി ആ കുറിയ മനുഷ്യൻ അകത്തേക്ക് പോയി. ആയിരക്കണക്കിന് ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയിട്ടുണ്ട് എങ്കിലും ആ കുറിയ മനുഷ്യനെ സ്വീകരിക്കാൻ സുർജിത് സിംഗ് പെൻഡ നേരിട്ട് പുറത്തേക്ക് വന്നു. സുർജിത് സിംഗിനെ പുറത്തേക്ക് കണ്ട ആളുകൾ കുറിയ മനുഷ്യനെ സംശയത്തോടെ നോക്കി. അതെ, ഖാലിസ്ഥാനി തീവ്രവാദ സംഘത്തിന്റെ അപ്പോഴത്തെ തലവനും കമാൻഡറുമായ സുർജിത് സിംഗ് പെൻഡ നേരിട്ടാണ് അയാളെ സ്വീകരിക്കാൻ വന്നത്. ഖാലിസ്ഥാൻ എന്ന ബീജം ഉറവ കൊണ്ട ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയേക്കാൾ കേമൻ എന്ന് പേരെടുത്ത ആൾ 1984 സുവർണക്ഷേത്രത്തിൽ നടന്ന രക്തച്ചൊരിച്ചിലിനും സിഖ് കലാപത്തിനും പകരം വീട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരിക്കൽ കൂടെ ഹർമീന്ദർ സാഹിബ് എന്ന സുവർണക്ഷേത്രത്തിൽ ആയുധങ്ങളും ബോംബുകളും തോക്കുകളും ശേഖരിച്ചു വെച്ചുകൊണ്ട് പവിത്രമായ സിഖ് ആരാധനാലയം അത് ഒരു ആയുധപ്പുരയാക്കി മാറ്റിയിരുന്നു. ലക്ഷ്യം ഇന്ത്യൻ ഗവൺമെന്റിനെ അനുസരിപ്പിക്കാൻ ഒരു ഹോസ്റ്റേജ്, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചില വിലപേശലുകൾ, രക്തം വീഴ്ത്തലുകൾ, കൊലപാതകങ്ങൾ, കലാപമുണ്ടാക്കൽ. ഇന്ത്യൻ സൈന്യത്തിനെ നേരിടാൻ ഇത്രയും ആയുധങ്ങൾ പോരാതെ വരുമെന്നതുകൊണ്ട് തന്നെ സുർജിത് സിംഗ് പെൻഡ പാകിസ്ഥാന്റെ സഹായവും തേടി. ഇന്ത്യയിലെ മുഴുവൻ വിഘടനവാദത്തിനും പണവും സഹായവും നൽകാൻ സാധാ സന്നദ്ധരായ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി അഥവാ ISI ശരിയായ ഒരു ഭീകര സംഘടനയാണ്. അവർ സന്തോഷത്തോടെ ഖലിസ്ഥാനെ സഹായിക്കാമെന്ന ദൗത്യവും ഏറ്റെടുത്തു. ഖാലിസ്ഥാൻ തീവ്രവാദികൾ ആവശ്യപ്പെട്ടത് ക്ഷേത്രം മുഴുവൻ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് വയർ ചെയ്ത് ഒറ്റ ട്രിഗറിൽ മുഴുവൻ ക്ഷേത്രവും അതിനുള്ളിലെ ജനങ്ങളും കൊല്ലപ്പെടുന്ന രീതിക്ക് സ്ഫോടക വസ്തുക്കൾ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന എക്സ്പ്ലോസീവ് എക്സ്പേർട്ടിനെ അയക്കണമെന്നായിരുന്നു. 1984 സൈന്യം ഇരച്ചു കയറിയ പോലെ ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് അത്തരമൊരു നീക്കം അതിനെ തടയും. സൈന്യം പിന്മാറേണ്ടി വരും. അതിനായി ISI അയച്ചിരിക്കുന്ന സ്ഫോടക വസ്തു വിദഗ്ധനാണ് ഈ പറഞ്ഞ കുറിയ മനുഷ്യൻ. അയാളെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ISI പറഞ്ഞതുപോലെ ക്ഷേത്രം മുഴുവൻ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് വയർ ചെയ്ത ബോംബുകൾ ഘടിപ്പിച്ചുകൊണ്ടും പിന്നെ അത് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും പഠിപ്പിച്ച ശേഷം ആ കുറിയ മനുഷ്യൻ ഖാലിസ്ഥാനി ആതിഥ്യം സ്വീകരിച്ച് എവിടേക്കോ മറഞ്ഞു പോകുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ സർക്കാർ ഖാലിസ്ഥാനികളുമായി ചർച്ച പുനരാരംഭിച്ചു. കീഴടങ്ങാനുള്ള നിർദ്ദേശം തള്ളിയ പെൻഡയും തീവ്രവാദികളും ഇന്ത്യൻ സർക്കാരിന് ഒരു വാണിംഗ് കൊടുത്തു. 1984 മോഡൽ സൈനിക നീക്കമാണ് സർക്കാരിന്റെ പ്ലാനെങ്കിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ സുവർണക്ഷേത്രം തകർക്കുമെന്ന് മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ കൊല്ലപ്പെടുകയും ചെയ്യും. അതിന്റെ പൂർണ്ണ ഉത്തരവാദി സർക്കാരും സൈന്യവും മാത്രമായിരിക്കും. 1984 ഇന്ദിരാഗാന്ധിയുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ രക്തപ്പുഴയൊഴുക്കിയെന്ന് മാത്രമല്ല, പവിത്രമായ ക്ഷേത്രത്തിന് ഗുരുതരമായ കേടുപാടുകളും വരുത്തിയിരുന്നു. അതിന്റെ പ്രത്യാഘാതം മാത്രമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വധമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ഭിന്ദ്രൻവാലെ കൊല്ലപ്പെട്ടുവെങ്കിലും യാതൊരു പ്ലാനിങ്ങുമില്ലാതെ സർക്കാരിന്റെ ധൃതി മൂലം സൈന്യത്തിന് നടത്തേണ്ടുന്ന ഒരു പരാജയപ്പെട്ട ഓപ്പറേഷനായിരുന്നു 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സിഖ് രാഷ്ട്രീയ പ്രസ്ഥാനമായ അകാലിദളിനെ തളയ്ക്കാൻ സിഖ് സമുദായത്തിൽ നിന്നു തന്നെ ഒരു നേതാവിനെ വാർത്തെടുത്ത് ഭരണം പിടിക്കുക, അതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മാസ്റ്റർ പ്ലാൻ. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ പ്ലാൻ മൊത്തത്തിൽ പാളുന്നതാണ് പിന്നീട് കണ്ടത്. ഭിന്ദ്രൻവാലയെ വളർത്തിയെടുക്കുക എന്നത് പഞ്ചാബ് പിടിക്കാൻ അകാലിദളിനെതിരെയുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ. അതിന് പ്ലാൻ ചെയ്തത് സഞ്ജയ് ഗാന്ധിയും. അവസാനം ഭിന്ദ്രൻവാലെ തങ്ങളുടെ പരിധിക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒറ്റയാനാണെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും എല്ലാം തന്നെയും വൈകിയിരുന്നു. പിന്നെ അയാൾ വാതുറക്കുന്നത് ആത്മഹത്യാപരമാവും എന്നതുകൊണ്ട് തന്നെ സൈനിക നീക്കത്തിൽ ഭിന്ദ്രൻവാലെ കൊല്ലപ്പെടുമെന്ന് അയാൾക്ക് നല്ല ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഭിന്ദ്രൻവാലെ 1984 സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അന്വേഷണ ഏജൻസികൾ കൂടാതെ ഭിന്ദ്രൻവാലയുടെ സഹോദരനെ കൊണ്ടുകൂടെ ഉറപ്പുവരുത്തിയിരുന്നു അന്നത്തെ സർക്കാർ. പക്ഷേ 1988 സൈനിക നീക്കം വ്യത്യസ്തമായിരുന്നു. കാരണം സർക്കാരും സൈന്യവും ഒരേ ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തെക്കാൾ രാജ്യ താൽപര്യത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. പരമാവധി രക്തച്ചൊരിച്ചിൽ ഇല്ലാതെയാക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെയും പഞ്ചാബ് പോലീസ് ചീഫായിരുന്ന KPS ഗില്ലിന്റെയും അജണ്ട. ആയുധപ്പുരയായിരുന്ന ഹർമീന്ദർ സാഹിബിനുള്ളിലെ സിഖ് ഭീകരവാദികൾക്ക് സൈന്യം അവസാനത്തെ അന്ത്യശാസനം കൊടുത്തു. സൈന്യം മുന്നോട്ട് വന്നാൽ ബോംബുകൾ ട്രിഗർ ചെയ്യുമെന്ന് സുർജിത് സിംഗ് പെൻഡയുടെ ശാസനം സൈന്യത്തിനും കിട്ടി. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സ്ഫോടക വസ്തു വിദഗ്ധൻ വന്ന് ബോംബുകൾ ഘടിപ്പിച്ച് പോയ ശേഷം കൃത്യം 9-ാം ദിവസം ഇന്ത്യൻ സൈന്യം ഹർമീന്ദർ സാഹിബ് എന്ന സുവർണക്ഷേത്രം മോചിപ്പിക്കാൻ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ലോഞ്ച് ചെയ്തു.
ബോംബിന്റെ ഭീഷണിയോ ക്ഷേത്രം തകർക്കുമെന്ന ഭീഷണിയോ കൂട്ടാക്കാതെ സൈന്യം ഇരച്ചു കയറിയത് കണ്ട് വയർ ചെയ്ത സ്ഫോടക വസ്തുക്കൾ ട്രിഗർ ചെയ്ത ഭീകരവാദികളെ ഞെട്ടിച്ചുകൊണ്ട് ISI ഘടിപ്പിച്ച ഒറ്റ ബോംബും ആ ക്ഷേത്രത്തിൽ പൊട്ടിയില്ല. ഓപ്പറേഷനിൽ സൈന്യം ആഗ്രഹിച്ചതുപോലെ തന്നെ 200 പേരിലധികം ഭീകരവാദികൾ ആയുധം വെച്ച് സ്വയം കീഴടങ്ങി. ഒഴിവാക്കാനാവാത്ത ആക്രമണത്തിൽ പെന്റയുടെ സുരക്ഷയ്ക്കായി ഉള്ളവരെ അടക്കം 41 പേരെ സൈന്യം വധിച്ചു. അതും ക്ഷേത്രത്തിന് യാതൊരു കേടുപാടും വരുത്താതെ. 12 ദിവസത്തിനകം തന്നെ ക്ഷേത്രം കീർത്തനമടക്കമുള്ള സാധാരണ ദർശനത്തിന് തുറന്നും കൊടുത്തു. അതിനു മുൻപായി പ്രമുഖരായ 9 ജേർണലിസ്റ്റുകൾക്ക് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള അനുവാദവും കൊടുത്തിരുന്നു. കാര്യങ്ങൾ അത്രയ്ക്കു സുതാര്യമായിരുന്നു. കാരണം ആ ഓപ്പറേഷന്റെ ദൗത്യം ആരെയും കൊന്ന് നിശബ്ദരാക്കുക എന്നതായിരുന്നില്ല. അന്ന് ക്ഷേത്രത്തിൽ ISIയുടെ ഏജന്റായി എത്തിയ ആ കുറിയ മനുഷ്യൻ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ബ്യൂറോക്രാറ്റാണ്. 1989 രാജ്യം കീർത്തിചക്ര നൽകി അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ ഒരു മിലിറ്ററി മെഡൽ നേടുന്ന ആദ്യത്തെ IPS ഉദ്യോഗസ്ഥനായി മാറി ഈ കേരള കേഡർ IPSകാരൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ റിപ്പോർട്ടിംഗ് ഇദ്ദേഹത്തിന് കീഴിലാണ്. 3 സൈനിക മേധാവികളും റിസർവ് ബാങ്ക് ഗവർണറും നീതി ആയോഗ് ചെയർമാനും ഡിഫൻസ് ഫിനാൻസ് സെക്രട്ടറിമാരും ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യണം. റവന്യൂ, സ്പേസ്, അറ്റോമിക് സെക്രട്ടറിമാരും ഇന്റലിജൻസ് ബ്യൂറോ ചീഫും റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗിന്റെ മേധാവിയും ഇദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മേൽപ്പറഞ്ഞ ഉയരം കുറഞ്ഞ ആ മനുഷ്യന്റെ പേരാണ് അജിത് കുമാർ ഡോവൽ. 2014 മുതൽ അദ്ദേഹം നടത്തിയ ചരിത്ര നീക്കങ്ങൾ ഒരു പുസ്തകമായി തന്നെ ഇറക്കാനുള്ളതുണ്ട്. ആർട്ടിക്കിൾ 370 മുതൽ ഇറാഖിലെ നഴ്സുമാരെ രക്ഷിച്ചതുവരെയും സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് വരെയും എന്തിന് അവിചാരിതമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അമ്മൂമ്മയുടെ പിറന്നാളിന് അപ്രതീക്ഷിതമായി പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്ത നരേന്ദ്രമോദിയുടെ സന്ദർശനമടക്കം പല സംഭവങ്ങളിലും ലോകത്തിനറിയാത്ത ഒളിച്ചുവെക്കപ്പെട്ട പലതുമുണ്ട്. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് കുമാർ ഡോവൽ ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്യൂറോക്രാറ്റാണ്.